ഹായ് മക്കളി, നമ്മുടെ എക്സാം വരാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കോട് കൂടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. സോണം എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ഇലകൾക്ക് പച്ചത്തിറ നൽകുന്നത് ഏത്? ഡാഷ് ഗീവ്സ് ഗ്രീൻ കളർ ടു ലീഫ് എന്ന് പറയുന്നു. ആൻസർ വരുന്നത് ഹരിതകമാണ്. ഹരിത പച്ചയിൽ പിടിച്ചു, ഹരിത പോയി പച്ചയില കഴിച്ചു എന്ന് ആലോചിക്കാം. അങ്ങനെ സിമ്പിൾ ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. അടുത്തത് മരവാഴ ഏത് തരം സസ്യമാണ്? വാൻഡ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ വിച്ച് പ്ലാന്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എപ്പിഫൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പരാത സസ്യങ്ങൾക്ക് ഉദാഹരണം. പാരസൈറ്റിക് പ്ലാന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലൊറാന്തസ്, അല്ലെങ്കിൽ ഇത്തിൽ കണ്ണി, മൂടില, തളി, കസ്ക്യൂട്ടേല. ഇവരെന്തായാലും എല്ലാ മക്കളും എന്താണ്? പരാത സസ്യത്തിനുള്ള എക്സാമ്പിൾ ആണ്. മറ്റുള്ള ആളുകളെ ഊറ്റി ജീവിക്കുക, മറ്റുള്ള സസ്യത്തിന് മുകളിലിരുന്ന് അവരെ ഊറ്റി ജീവിക്കുന്നവരാണ് ഈ പരാത സസ്യങ്ങൾ, അല്ലെ? എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി പറയുന്ന പോലെ ഏതാണ് സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഓക്സിജൻ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആണോ? ഇവയൊന്നും അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. അവർ ഉള്ളിലോട്ട് എടുക്കുന്നത് നമ്മളെ പോലെ തന്നെ ഓക്സിജൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. ഇനിയോ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ജീവനുള്ള വസ്തുക്കൾക്ക് ഉദാഹരണം. എക്സാമ്പിൾ ഫോർ ലിവിംഗ് ബീങ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതി വയ്ക്കാം. ഫിഷ്, ഫ്രോഗ് ആൻഡ് നമ്മൾ മനുഷ്യന്മാരെ എഴുതി വയ്ക്കാം, പ്ലാന്റ്സിനെ എഴുതി വയ്ക്കാം. ഏത് എഴുതി വെച്ചാലും സെറ്റാണ്, റെഡിയാണ്.